ശ്രീജിത്ത്, അസാധാരണമായതൊന്നും സംഭവിച്ചില്ല, അപ്രതീക്ഷിതമായതൊന്നും സംഭവിച്ചില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അതേ ഇക്വേഷൻ, ഒരേ ഒരു മാറ്റമുള്ളത് കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തുമ്പോൾ കോട്ടയം സീറ്റ് വിട്ടുകൊടുക്കുന്നു എന്നത് മാത്രമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ LDF യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രണ്ടാമത്തെ സീറ്റ് മുഖ്യമന്ത്രി നിരാകരിച്ചത്? സോഷ്യലിസ്റ്റുകളെ എങ്ങനെയാണ് അനുനയിപ്പിച്ചത്? അരുൺ, ഇന്നത്തെ LDF യോഗത്തിൽ സീറ്റ് വിഭജനം മാത്രമായിരുന്നു അജണ്ട. അക്കാര്യം മാത്രമാണ് ചർച്ചയ്ക്ക് വന്നത്. സീറ്റ് വിഭജന ചർച്ചയിൽ CPM നേതൃത്വം സ്വീകരിച്ച നിലപാട് 2019 എങ്ങനെയായിരുന്നു സീറ്റ് വിഭജനം നടന്നത് അതേ പാറ്റേൺ തന്നെ ഇത്തവണയും സ്വീകരിക്കാം എന്നതായിരുന്നു. നേരത്തെ തന്നെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയാക്കിയിരുന്നതിനാൽ അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. എന്നാൽ മറ്റ് കക്ഷികൾക്ക് മാത്രമായിരുന്നു ഇക്കാര്യം ഒരു പുതിയ സമീപനമായി തോന്നിയത്. എന്തായാലും ചർച്ചയിൽ മുഖ്യമന്ത്രി ഈ കാര്യം മുന്നോട്ട് വെച്ചു. CPI 4 സീറ്റ് എന്നുള്ള അവർക്ക് പഴയ സീറ്റുകൾ തന്നെ മത്സരിക്കാൻ നൽകി. എന്നാൽ CPM കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന 16 സീറ്റിൽ കോട്ടയം സീറ്റ് പുതിയ കക്ഷിയായ കേരള കോൺഗ്രസ് നൽകുന്നു എന്നാണ് മുഖ്യമന്ത്രിയും മറ്റും വ്യക്തമാക്കിയത്. എന്നാൽ രണ്ടാമതൊരു സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് തൽക്കാലം സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ആ നിർദ്ദേശത്തിന് കേരള കോൺഗ്രസ് എം വഴങ്ങുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് RJDയുടെ നേതാവായ ഡോക്ടർ വർഗീസ് ജോർജ് ഒരു സീറ്റ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചത്. 1952 മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം സോഷ്യലിസ്റ്റ് പാർട്ടികൾ മത്സരിച്ചിട്ടുണ്ട്. ആ പാരമ്പര്യം നിലനിർത്താനെങ്കിലും ഒരു സീറ്റ് നൽകണം. മാത്രമല്ല ഈ സീറ്റ് വിഭജന കാര്യത്തിൽ അനുവർത്തിക്കാവുന്ന ശൈലി തമിഴ്നാട്ടിലെ DMK സഖ്യമാണ്. അവിടെ 40 സീറ്റിൽ 20 സീറ്റ് മാത്രമാണ് DMK മത്സരിക്കുന്നത്. ബാക്കി സീറ്റുകൾ ഘടകകക്ഷികൾക്കായി വീതം വെച്ച് നൽകുകയാണ് ഉണ്ടായത്. അതേ ഒരു രീതി ഇവിടെയും അവലംബിക്കണമെന്നും ഡോക്ടർ വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി ഇതിനോട് യോജിച്ചില്ല. 2019 പാറ്റേൺ തന്നെ തുടരുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുമായി മുന്നോട്ട് പോകാം. സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. ഓക്കെ ശ്രീജിത്ത്, വ്യക്തമാണ്. അപ്പോൾ LDF